എല്ലാവർക്കും സിനിമാ മേനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആക്നിയോൺ എനർജി എന്ന് പറയുന്ന വലിയൊരു കമ്പനി, ആ കമ്പനി പിടിച്ചെടുക്കാനായിട്ട് കുറച്ച് തീവ്രവാദികൾ അകത്ത് കയറുന്നു. പോലീസുകാർക്കോ പട്ടാളക്കാർക്കോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴാണ് അതേ ബിൽഡിങ്ങിലുള്ളൊരു വിൻഡോ ക്ലീനർ, അതായത് ബിൽഡിങ്ങിൻ്റെ പുറത്തിറങ്ങി ജനാല വൃത്തിയാക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, ഒരാൾ ഇവരെ രക്ഷിക്കാൻ നോക്കുന്നത്. ബാക്കി എന്തൊക്കെ നടക്കുമെന്നുള്ളത് നിങ്ങൾ എന്നെ കണ്ടറിഞ്ഞോ. പിന്നെ സിനിമയിൽ 1-2 ട്വിസ്റ്റൊക്കെ വരുന്നുണ്ട്, പക്ഷെ അത്ര ഗംഭീര ട്വിസ്റ്റൊന്നും ഇല്ലാട്ടാ. ഏറെക്കുറെ പ്രഡിക്റ്റബിൾ ആണ്, പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമ തന്നെയാണ്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നേരെ സിനിമയിലേക്ക് കടക്കാം. ജോവാന ചെറുപ്പം മുതലേ ദുരിതം മാത്രം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവളാണ്. ജോവാന അബ്യൂസീവായിട്ടുള്ള അച്ഛൻ, ഓട്ടിസം ബാധിച്ച ബ്രദർ. ഈ ബ്രദറിൻ്റെ മേത്ത് കുതിര കയറലാണ് അച്ഛൻ്റെ മെയിൻ ഹോബി. അതൊന്നും കണ്ടുവെക്കാൻ ജോവാനക്ക് പറ്റുന്നില്ലായിരുന്നു. അച്ഛൻ്റെ ടോർച്ചറിൽ നിന്നും ബ്രദറിൻ്റെ ട്രോമയിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ തിരഞ്ഞെടുത്തൊരു മാർഗ്ഗമാണ് വോൾ ക്ലൈമ്പിംഗ്. എല്ലാത്തിൻ്റെ മുകളിലും വലിഞ്ഞു കയറും, ഒരു തരി ശബ്ദം ഉണ്ടാക്കാതെ, അത്രയും സ്കിൽഡായിട്ട്. എന്നിട്ടൊരു ജനാലയം തുറന്ന് സിറ്റി മൊത്തം വാച്ച് ചെയ്യും. ഇതാണ് ജോവാന എന്ന പെൺകുട്ടിയുടെ ലൈഫ്. അങ്ങനെ 20 വർഷം കഴിഞ്ഞു. രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകാനുള്ള തന്ത്രപ്പാടിലാണ് ജോവാന. ഓൾറെഡി ലേറ്റ് ആണ്. സോ ഇന്നലെ രാത്രി സിങ്കിൽ കഴുകാനിട്ടിരുന്ന പാത്രത്തിൽ നിന്ന് കോഫിയും കുടിച്ച് പോകാൻ നിൽക്കുമ്പോഴാണ് ഡെറിക്കിൻ്റെ തുരുതുരാ മെസ്സേജ്. ഈ ഡെറിക്ക് ഇവളുടെ ബോസാണ്. അങ്ങനെ ജോലിക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ഒരു ഫോൺ കോൾ വരുന്നത്. വിളിക്കുന്നത് തൻ്റെ ബ്രദറായ മൈക്കിൾ താമസിക്കുന്ന കെയർ ഹോമിൽ നിന്നാണ്. എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരണം എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ലേറ്റ് ആണ്, അതിൻ്റെ ഇടയിലാണ് ഇതും. പക്ഷെ പോയല്ലേ പറ്റുള്ളൂ. അങ്ങനെ ബൈക്ക് എടുക്കുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു, അങ്ങോട്ട് പോകുന്നു. അവിടെ മൈക്കിളാണെങ്കിൽ കുറച്ച് നൂലാമാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ കെയർ ഹോമിനകത്ത് കുറച്ച് ഇല്ലീഗൽ പരിപാടി ഉണ്ടായിരുന്നു. ഇവിടെ കൊണ്ടാക്കുന്നവരുടെ പൈസ അടിച്ചു മാറ്റലാണ് ഇവരുടെ പ്രധാന പണി. അതിൻ്റെ എവിഡൻസ് മൈക്കിൾ ഹാക്ക് ചെയ്ത് പ്രസ്സിന് കൈമാറി. അതോടുകൂടെ പുള്ളിക്കാരനെ കെയർ ഹോമിൽ നിന്ന് പുറത്താക്കി. മെൻ്റൽ കണ്ടീഷൻ മോശമാണെങ്കിലും അവനൊരു ഒന്നാം തരം ഹാക്കറാണ്. പക്ഷെ അതുകൊണ്ടായില്ല, ഇതും കൂടെ ചേർത്ത് 9ാമത്തെ കെയർ ഹോമിൽ നിന്നാണ് ഇവനെ പുറത്താക്കുന്നത്. ഇതൊക്കെ ആലോചിച്ച് ജോവാനക്ക് ഭ്രാന്ത് പിടിക്കുന്നു. എന്നാൽ മൈക്കിളിന് നേരെ തിരിച്ചാണ് കാര്യങ്ങൾ. അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ ചേച്ചിയുമൊത്തുള്ള സ്റ്റേ. പക്ഷെ ജോവാനക്ക് ഓൾറെഡി കുറേ പ്രശ്നങ്ങളുണ്ട്. ഇവനെയും കൂടെ നോക്കാനുള്ള ഒരു സ്ഥിതിയിലല്ല ജോവാന. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അനിയനെ ഏറ്റെടുത്തേ പറ്റുള്ളൂ. അങ്ങനെ മൈക്കിളുമായിട്ട് ജോലിക്ക് പോകാൻ നിൽക്കുകയാണ് ജോവാന. എന്നാൽ കഷ്ടകാലത്തിന് ബൈക്കും സ്റ്റാർട്ടാവുന്നില്ല. ഡെറിക്കാണെങ്കിൽ വെറും 20 മിനിറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ ജോലിക്ക് കയറിയില്ല എന്നുണ്ടെങ്കിൽ ആ ജോലി ഗോപി. അങ്ങനെ ഓടി ഓടി 2 പേരും കൂടെ ബസ് പിടിക്കുന്നു. എൻ്റെ പൊന്നു മൈക്കിളെ, ഇത് എത്രാമത്തെ കെയർ ഹോമാന്ന് വല്ല ധാരണയുണ്ടാ? ഞാൻ എന്ത് ചെയ്യാനാ? ഇൻജസ്റ്റിസ് ആയിട്ടുള്ള എന്തേലും കണ്ടാൽ ഞാൻ എതിർക്കും. അതിനെ ചോദ്യം ചെയ്യാൻ ആരും വരണ്ട എന്നൊക്കെയാണ് മൈക്കിൾ പറയുന്നത്. പുള്ളിക്കാരൻ്റെ ഈ രോഗം കാരണം കുറച്ച് വാശി കൂടുതലാണ് ആൾക്ക്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാര്യം റിയലൈസ് ചെയ്യുന്നത്. കയറിപ്പോയ ബസ് മാറിപ്പോയി. പിന്നെ ഇവരൊന്നും നോക്കിയില്ല, അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുന്നു, എന്നിട്ട് ഓടടാ ഓട്ടം. അങ്ങനെ ഓടി ഓടി കറക്റ്റ് ബസ് പിടിക്കുന്നു, കറക്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങുന്നു. അപ്പോഴാണ് അടുത്ത പ്രശ്നം, മൈക്കിളിൻ്റെ ഫോണിൽ ചാർജ് ഇല്ല. ഇത് കണ്ടേക്ക് മൈക്കിൾ അങ്ങ് വൈലൻ്റ് ആവാൻ തുടങ്ങുന്നു. ഒരു വിധത്തിലാണ് ജോവാന ഒന്ന് ഓക്കെയാക്കുന്നത്. അവൻ എന്തേലും ചെറിയൊരു കാര്യം കിട്ടിയാൽ മതി, പിന്നെ അതിൻ്റെ പേരിലൊരു വാശി ഉണ്ടാവും. ആ ഒരു സമയത്ത് ജോവാന ചെയ്യുന്ന ഒരു കാര്യമാണ് ഹഗ്ഗിങ്. ഒരു ഹഗ് കൊടുത്താൽ പുള്ളിക്കാരൻ ഡബിൾ ഓക്കെ. അങ്ങനെ ഇവർ ലൊക്കേഷനിലെത്തി. ആക്നിയോൺ എനർജി എന്ന് പറയുന്ന വലിയൊരു കമ്പനിയിലാണ് ജോവാനക്ക് ജോലി. ജോലി എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്കി ജോബാണ്. ഇത്രയും വലിയ കൂറ്റൻ ബിൽഡിങ്ങിൻ്റെ വിൻഡോടെ പുറത്തിറങ്ങി ക്ലീൻ ചെയ്യലാണ് ജോവാനയുടെ ജോലി. അങ്ങനെ തൽക്കാലത്തിന് ജോലി കഴിയുന്നതുവരെ മൈക്കിളിനെ അതേ ബിൽഡിങ്ങിലെ ജോലിക്കാരനായി റോണിനെ ഏൽപ്പിക്കുന്നു. അല്ല ജോവാന, ഞാൻ നിന്റെ കൂടെയല്ലേ സ്റ്റേ അടിക്കാൻ പോകുന്നത്? പുതിയ കെയർ ഹോം കിട്ടുന്നവരെ നിനക്ക് എൻ്റെ കൂടെ നിൽക്കാം. ഇത് കേട്ടേക്ക് മൈക്കിളിന് ഭയങ്കരമായിട്ട് വിഷമാവുന്നു. സ്വന്തം ചേച്ചി വരെ തള്ളിപ്പറയുന്ന കേട്ടാ ആർക്കാ വിഷമാവാത്തത്? പക്ഷെ അവളുടെ അവസ്ഥ കൊണ്ടാണ് അവൾക്കത് പറയേണ്ടി വരുന്നത്. അങ്ങനെ അവൾ ജോലിക്ക് കയറാൻ വേണ്ടി ലിഫ്റ്റ് പിടിക്കുന്നു. എന്നാൽ അപ്പോഴാണ് 2 പേര് അങ്ങോട്ട് വരുന്നത്, ജെറാൾഡ്, ജെഫ്രി. ഇവരാണ് ഈ കമ്പനിയുടെ ഓണേഴ്സ്. പിന്നെ പോരാത്തിന് ഇവർ 2 പേരും ബ്രദേഴ്സാണ്. ഇതിലെ ജെറാൾഡിനാണെങ്കിൽ ഒരു വൃത്തികെട്ട സ്വഭാവമുണ്ട്. പുള്ളിക്കാരൻ ഈ പാവപ്പെട്ടവരെ കണ്ട ഒരു പുച്ഛാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പ്രഗ്നന്റ് ലേഡി ലിഫ്റ്റിലോട്ട് വരുന്നത്. ജോവാനയെ പോലെ തന്നെ ഒരു തൂപ്പുകാരിയാണ് ഇവളും. അല്ല മോളെ, ലിഫ്റ്റിനകത്ത് പ്രസവിക്കുമോ എന്നൊക്കെ പറഞ്ഞ് അവളെ കളിയാക്കുകയാണ് ജെറാൾഡ്. ഇത് കേട്ടേക്ക് ജോവാന പറയാണ്, കൃത്യസമയത്ത് ലീവൊന്നും കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ പ്രസവിച്ചെന്ന് വരും. ഇത് കേട്ടേക്ക് ജെറാൾഡിന് ഭയങ്കരമായിട്ട് കോംപ്ലക്സ് കയറുന്നു. അങ്ങനെ ജോവാന ജോലിക്കെത്തി. ആക്നിയോൺ എനർജിയുടെ സർവൈലൻസ് കൺട്രോൾ ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടി കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ജോവാന ജോലി ചെയ്യുന്നത്. ഇവളുടെ ലേറ്റ് കാരണം ഡെറിക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്കുന്നു. ഇത്രയും വലിയ ബിൽഡിങ്ങിന്റെ ഏതോ ജനാലയിൽ ഒരു പക്ഷി ചത്ത് കിടപ്പുണ്ട്, അതങ്ങ് വൃത്തിയാക്കണം. അങ്ങനെ കേബിൾസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അവളങ്ങ് ഇറങ്ങുന്നു. ഇത്രയും വലിയ ബിൽഡിങ്ങിന്റെ വിൻഡോസൊക്കെ ക്ലീൻ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. ഹൈറ്റ് പേടിയില്ലാത്തവർക്ക് മാത്രമേ ഇതെല്ലാം ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഓരോ ജനാല വീതം തുടച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് നോഹ വരുന്നത്. പുള്ളിക്കാരനും ഇതുപോലത്തെ ഒരു വർക്കറാണ്. അത് മാത്രമല്ല ജോവാനയുടെ ആത്മാർത്ഥ സുഹൃത്തുമാണ്. അങ്ങനെ ഇവർ സംസാരിക്കുന്നു. മൈക്കിളിനെ കുറിച്ചും ഇന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ചും എല്ലാം ജോവാന പറയുന്നു. ഇതേ സമയം മൈക്കിളിനെ കാണിക്കുന്നു. പുള്ളിക്കാരനാകെ ബോറടിച്ച് ഭ്രാന്തായിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഇടയിലാണ് ഒരു വൈറ്റ് വാൻ അങ്ങോട്ട് വരുന്നത്. ഇത് കണ്ടേക്ക് അവനെ നോക്കാൻ ഏൽപ്പിച്ച റോൺ നേരെ അങ്ങോട്ട് പോകുന്നു. ആ ഒരു തക്കം നോക്കി നൈസായിട്ട് അങ്ങ് അകത്ത് കിടക്കുന്നുണ്ട് മൈക്കിള്.
ഇത്രയും വലിയ ബിൽഡിംഗ് കണ്ട ആർക്കായാലും കൗതുകം തോന്നും. അങ്ങനെ ഈ സമയത്താണ് ജെറാൾഡിനെയും ജെഫ്രീനെയും കാണിക്കുന്നത്. ഇവർ രണ്ടുപേരും ഭയങ്കര പ്രിപ്പറേഷനിലാണ്. കാരണം ഇന്ന് ഇവരുടെ ബാക്കിയുള്ള പാർട്ട്നേഴ്സിന് വേണ്ടി വലിയൊരു പാർട്ടി വെച്ചിട്ടുണ്ട്, അതും ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു പാർട്ടി. ആ പാർട്ടി തുടങ്ങുന്നതിന് മുമ്പ് ജോലി തീർക്കണം എന്നാണ് ഡെറിക്ക് പറയുന്നത്. ഇതേസമയം പാർട്ടിക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങുന്നു. ഇവരുടെ കമ്പനിയുടെ മെയിൻ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു ക്ലീൻ ഫ്യൂച്ചറാണ്. അതിനുവേണ്ടി അങ്ങേയറ്റം പോരാടുന്ന ഒരു കമ്പനിയാണ് ആഗ്ന്യോൺ എനർജി. അങ്ങനെ പാർട്ടിയുടെ ഭാഗമായിട്ട് ഓരോ ടേബിളിലും ഫ്ലാസ്ക് പോലുള്ളൊരു സാധനം വെക്കുന്നു. അങ്ങനെ രാത്രിയായി. പാർട്ടി ആരംഭിച്ചു. ജോവാൻ ഒഴികെയുള്ള എല്ലാ ജോലിക്കാരും അവരുടെ വീട്ടിലെത്തി, നോഹ അടക്കം. പക്ഷെ ലേറ്റായി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് സ്റ്റിൽ പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഡെറിക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോവാനയുടെ ഫ്ലോറിലോട്ട് മൈക്കിൾ വരുന്നത്. നീ എന്തെവിടെ? നീ താഴേക്ക് പോ, ഇവിടെ നിൽക്കാൻ പാടില്ല. അടിയിലിരുന്നാൽ ബോറടിച്ച് ചാവും. നീ വാ, നമുക്ക് പോവാം. എനിക്ക് അങ്ങനെയൊന്നും വരാൻ പറ്റില്ല, നീ ഒന്ന് പോയിത്താ, അല്ലേലും നിനക്ക് ഞാനൊരു ബുദ്ധിമുട്ടാ എന്നൊക്കെ പറഞ്ഞ് മൈക്കിൾ അവിടുന്ന് ദേഷ്യത്തിൽ പോകുന്നു. ഇതൊക്കെ കേട്ടിട്ട് എന്ത് പറയണമെന്നറിയില്ല ജോവാനക്ക്. അങ്ങനെ പാർട്ടിയിലോട്ട് ഫുൾ കോസ്റ്റ്യൂമിലൊരു ടീം വരുന്നു. ഈ പാർട്ടിയുടെ ഭാഗമായിട്ട് ടീമിൻ്റെ ഒരു പരിപാടിയുണ്ട്. പക്ഷെ അവരുടെ നോട്ടത്തിലും ഭാവത്തിലും എന്തൊക്കെയോ ഒരു പന്തികേട്. അവർ വന്നപ്പോൾ മുതൽ ജെഫ്രീനെയും ജെറാൾഡിനെയും വാച്ച് ചെയ്യുന്നു. അങ്ങനെ ഈ സമയത്താണ് ജോവാനയെ കാണിക്കുന്നത്. പുള്ളിക്കാരി അവസാനം ചത്ത പക്ഷീനെയും വൃത്തിയാക്കി തിരിച്ചു കയറുന്നു. ഒരു ലിഫ്റ്റ് പോലത്തെ ഒരു സാധനമുണ്ട്, അതിൻ്റെ മുകളിലാണ് ഇവർ തിരിച്ചു കയറുക. ഈ ലിഫ്റ്റ് ജോവാനക്കും ഡെറിക്കിനും ഒരുപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ ജോലിയിൽ നിന്ന് ജോവാനെ സ്കിപ്പ് അടിക്കാണ്ടിരിക്കാൻ ഡെറിക്ക് അവളുടെ കൺട്രോൾ മനഃപൂർവ്വം ഓഫ് ചെയ്യുന്നു. ഇതേസമയം ജെഫ്രി അവൻ്റെ സ്പീച്ചുമായിട്ട് മുന്നോട്ട് പോകുന്നു. എന്നാൽ ഇതൊക്കെ കണ്ട് ബോറടിച്ച ജെറാൾഡ് അവിടുന്ന് ഒരു ചിക്കനെയും കൊണ്ട് നേരെ റൂമിലോട്ട് പോകുന്നു. എന്നാൽ അതേ റൂമിൻ്റെ ഫ്രണ്ടിലുണ്ട് ജോവാന. പെട്ടെന്നാണ് ഡെറിക്കിൻ്റെ റൂമിലോട്ട് മാസ്ക് ധരിച്ച ആൾക്കാർ വരുന്നത്. വരികയെന്ന് മാത്രമല്ല, ഡെറിക്കിനെയും അവിടെയുള്ള മുഴുവൻ ടീമിനെയും അങ്ങ് ഇല്ലാണ്ടാക്കുന്നു. ഈ സമയത്താണ് ഏന മാസ്ക് വരുന്നത്. ഇവരുടെ പ്ലാൻ അനുസരിച്ച്, അല്ലെങ്കിൽ ഇവരുടെ ബോസ് പറഞ്ഞ അനുസരിച്ച് ആരെയും കൊല്ലേണ്ട ആവശ്യമില്ല. പിന്നെ എന്തിനാണ് കൊല്ലുന്നതെന്ന് സ്വന്തം ടീമിനോട് ചോദിക്കുന്നുണ്ട് ഏന. പക്ഷെ ഇതൊക്കെ കേട്ടിട്ടും ഒരു കൂസലുമില്ലാണ്ടാണ് അവർ നിൽക്കുന്നത്. അങ്ങനെ ഏന കൺട്രോൾ റൂമിലിരിക്കുന്ന എല്ലാ സിസ്റ്റവും ഹാക്ക് ചെയ്യുന്നു, അതും അവളുടെ കയ്യിലൊരു ഡ്രൈവ് യൂസ് ചെയ്തിട്ട്. ഇതിൻ്റെ ഇടയിൽ പെട്ടുപോകുന്നത് ജോവാനയാണ്. ഡെറിക്കിന് മാത്രമേ ആ ലിഫ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റൂ. പക്ഷേ ഡെറിക്കിൻ്റെ മരണശേഷം ലിഫ്റ്റിൻ്റെ കൺട്രോൾ മൊത്തത്തിൽ പോകുന്നു. മേളിലോട്ട് കയറി വരേണ്ട ജോവാന അടിയിലോട്ടാണ് പോകുന്നത്. ഡെറിക്ക് നീ എന്തി കാണിക്കുന്നത്? കളിക്കാണ്ട് മേളിലോട്ട് കൊണ്ടുപോകും. പക്ഷെ ഇവൾ എത്ര പറഞ്ഞിട്ടും ഡെറിക്കിൻ്റെ ശബ്ദം കേൾക്കുന്നില്ല. എന്നാൽ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ കട്ടായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഏനയും ടീംസും പറയുന്നത് അവൾക്ക് വ്യക്തമായി കേൾക്കുന്നുണ്ട്. അങ്ങനെ സിസ്റ്റം ഹാക്ക് ചെയ്തതിന് ശേഷം ഏന പാർട്ടിയിലുള്ള ബാക്കി ടീംസിന് സിഗ്നൽ കൊടുക്കുന്നു. അതോടുകൂടെ അവർ വായിക്കകത്തൊരു പൈപ്പ് വെക്കുന്നു. എന്നിട്ട് ഫ്ലാസ്ക് പോലത്തെ സാധനം ഉണ്ടല്ലോ, അതങ്ങ് പൊട്ടിക്കുന്നു. അതിൽ നിന്ന് വരുന്നത് മാരകമായിട്ടുള്ള ഗ്യാസാണ്. എല്ലാവരും മയങ്ങി വീഴുന്നു. ജെറാൾഡിൻ്റെ റൂമിനകത്തും ഇതുപോലത്തെ ഒരു ഫ്ലാസ്ക് ഉണ്ട്. സോ അവനും മയങ്ങി വീഴുന്നു. ഇതേസമയം മൈക്കിളാണേലോ ഒരു വിധത്തിലാണ് റൂമിനകത്ത് കയറി വിളിക്കുന്നത്. അതുകൊണ്ട് മാത്രം ആ ഗ്യാസിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോവാന ഈ ഫ്ലാസ്കും ബോധം പോയൊരു ഫാമിലിനെയും കാണുന്നത്. അതോടുകൂടി അവൾക്ക് മനസ്സിലായി നടക്കാൻ പാടില്ലാത്തതെന്തോ ഇവിടെ അരങ്ങേറുന്നുണ്ടെന്ന്. അങ്ങനെ ലിഫ്റ്റിന്റെ മുകളിൽ പിടിച്ചേറാൻ ആരംഭിക്കുന്നു. ഇതേസമയം പാർട്ടിയിലുള്ള എല്ലാവരും ബോധം കെടുന്നു. എന്നാൽ ആഗ്ന്യോൺ കമ്പനിയുമായി ഏറെ കണക്ഷനുള്ളവരെ മാത്രം സെലക്ട് ചെയ്ത് അവരുടെ വായിക്കകത്ത് ഈ പൈപ്പ് വെച്ചു കൊടുക്കുന്നു. ഈ പൈപ്പിനകത്ത് ഗ്യാസ് ശ്വസിച്ചു കഴിഞ്ഞാൽ ബോധം പോയവർക്കൊക്കെ ബോധം തിരിച്ചു വരും. അങ്ങനെ ഇവരുടെ നേതാവ് പറയാണ്, ഞാൻ മാർക്കസ്, എർത്ത് റെവല്യൂഷൻ എന്ന ഗ്രൂപ്പിൻ്റെ നേതാവാണ്. ഇന്നത്തെ രാത്രി ഞങ്ങളുടെ രാത്രിയായിരിക്കും. നിങ്ങൾ നല്ല കുട്ടികളായിട്ട് സഹകരിച്ച് തന്നേ പറ്റുള്ളൂ. അങ്ങനെ മാർക്കസ് നേരെ പോകുന്നത് ജെഫ്രിയുടെ അടുത്തോട്ടാണ്. ജെഫ്രി, ജെറാൾഡ് എവിടെ? ഇത് കേട്ട ജെഫ്രി ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴാണ് ഇവരുടെ ഗ്രൂപ്പിലെ ഏറ്റവും എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ജെഫ്രീനെ വരട്ടാൻ ആരംഭിക്കുന്നത്. അങ്ങനെ ജെഫ്രി ജെറാൾഡിൻ്റെ റൂം പറഞ്ഞു കൊടുക്കുന്നു. ഇതേസമയം ജോവാന കേബിളിൻ്റെ മുകളിൽ പിടിച്ച് ജെറാൾഡിൻ്റെ റൂമിനടുത്തെത്തുന്നു. അപ്പോഴാണ് മറ്റേ എക്സെൻട്രിക് ആയിട്ടുള്ള മനുഷ്യൻ അങ്ങോട്ട് വരുന്നത്. വരാമെന്ന് മാത്രമല്ല, ജെറാൾഡിന് ബോധം വരാൻ വേണ്ടി മറ്റേ പൈപ്പ് വായിൽ വെച്ച് കൊടുക്കുന്നു. ശേഷം അങ്ങേരാ മാസ്ക് വരുന്നു. ആ മുഖം കണ്ട് ഞെട്ടുന്നുണ്ട് ജോവാന. കാരണം ആ മാസ്ക് ധരിച്ച എക്സെൻട്രിക് ആയിട്ടുള്ള മനുഷ്യൻ അവളുടെ സുഹൃത്തായ നോഹയാണ്. അങ്ങനെ നോഹ അങ്ങേർക്കിട്ട് 4 കൊടുക്കുന്നു, കൊണ്ടുപോകുന്നു. അണ്ടർവെയറിലാണ് അവനെ കൊണ്ടുപോകുന്നത്. ഇത് കണ്ടേക്ക് ജോവാന ഹെൽപ്പെന്നും പറഞ്ഞങ്ങ് അലറുന്നു. പക്ഷെ യാതൊരു കാര്യമില്ല. ഇത്രയും വലിയ ബിൽഡിങ്ങിന്റെ മേളിൽ നിന്ന് ശബ്ദം താഴോട്ട് എത്തുക എന്ന് പറയുമ്പോൾ ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. അങ്ങനെ ജോവാന അവളുടെ ലിഫ്റ്റ് വർക്ക് ചെയ്യാൻ നോക്കുന്നു. പക്ഷെ അതും പാളി. അപ്പോഴാണ് മൈക്കിളിനെ കുറിച്ച് അവൾക്ക് ഓർമ്മ വരുന്നത്. ജോവാന, നീ പതറരുത്, മൈക്കിളിന് നിന്നെ ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രിപ്പയർഡ് ആവുകയാണ് ജോവാന. ഇത് തന്നെയാണ് മൈക്കിളിന്റെ അവസ്ഥ. മൈക്കിളെ, ജോവാനക്ക് നിന്നെ ആവശ്യമാണ്, പതറാൻ പാടില്ല. അങ്ങനെ ജോവാന രണ്ടും കൽപ്പിച്ച് അവളുടെ കേബിളിന്റെ മുകളിൽ താഴോട്ട് ഇറങ്ങുന്നു. അതും പാർട്ടി അടക്കുന്ന റൂമിന്റെ അടുത്തോട്ട്. ഇതേസമയം നോഹ ജെറാൾഡിനെ പാർട്ടി ഹാളിലെത്തിക്കുന്നു. ജെറാൾഡിനെ കൊണ്ടുവന്നിരിക്കുന്ന അണ്ടർവെയറിലാണ്. സോ അവനെ ഡീസൻ്റ് ആക്കാൻ പറയാണ് മാർക്കസ്. തന്റെ ശത്രുക്കളാണെങ്കിൽ കൂടെ അങ്ങേര് റെസ്പെക്ട് കൊടുക്കാറുണ്ട്. അതാണ് മാർക്കസ്. അത് മാത്രമല്ല, സർവൈലൻസ് റൂമിലെ ഡെറിക്കിനും ടീംസിനെ കൊന്ന് മാർക്കസ് അറിഞ്ഞിട്ടില്ലാട്ടാ. എന്തായാലും നോഹയോട് ഡീസൻ്റ് ആക്കാൻ പറഞ്ഞ് അങ്ങേർക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടത്? പൈസയാണോ? അത് എത്രയെന്ന് വെച്ചാൽ ഞാൻ തരാം. ക്യാഷിനൊന്നുമില്ല സാറേ, ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് എന്നും പറഞ്ഞ് ഏനയെ വിളിക്കുന്നു. ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നു. ആ വീഡിയോക്കകത്ത് കാണിക്കുന്നത് ആഗ്ന്യോൺ എനർജിയുടെ യഥാർത്ഥ മുഖമായിരുന്നു. ലഗൂണ ടെറക്കോവ എന്ന് പറയുന്ന സ്ഥലത്ത് മാരകമായിട്ടുള്ള വേസ്റ്റാണ് ആഗ്ന്യോൺ ഡംപ് ചെയ്യുന്നത്.
അതുകൊണ്ട് എൻ്റെ ഇക്കോ സിസ്റ്റം നാശമായി. അത്രയും വേസ്റ്റ് കാരണം ധാരാളം ജീവജാലങ്ങൾ ഇല്ലാണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആക്നിയോൺ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന എലേന എർത്ത് റെവല്യൂഷൻ എന്ന ഗ്രൂപ്പിൻ്റെ സഹായത്തോടു കൂടെ ഇത് പുറത്തു കൊണ്ടുവരാൻ നോക്കുന്നത്. എന്നാൽ പിന്നീട് എല്ലാവരും കണ്ട് എലേനയുടെ ഡെഡ് ബോഡിയായിരുന്നു. ഇതേപോലെ ധാരാളം സ്ഥലങ്ങളാണ് ഇവർ നശിപ്പിച്ചു കളഞ്ഞ്. ചുരുക്കി പറഞ്ഞാൽ ഇവർ കാരണം എർത്ത് എന്ന പ്ലാനറ്റിനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ പോരാടുന്നവരെ പല വിധത്തിലും ഇവരില്ലാണ്ടാക്കി. എന്നിട്ട് അവരുടെ ഹോൾഡ് വെച്ച് അതെല്ലാം മറച്ചു പിടിച്ചു. സോ ക്ഷമകെട്ട മാർക്കസും കൂട്ടരും ഇതെന്നേക്കുമായിട്ട് ഇല്ലാണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ ഒരു കറക്റ്റ് ടൈമിലാണ് അങ്ങോട്ട് ജോവാന വരുന്നത്. അവളും കാണുന്നുണ്ട് ഈ ഒരു വീഡിയോയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ജെഫ്രി, എനിക്ക് ആവശ്യം നിൻ്റെയൊക്കെ കൺഫെഷനാണ്, അതേപോലെ നിൻ്റെയൊക്കെ പാസ്വേഡ്സ്. ആ പാസ്വേഡ്സ് കൊണ്ട് ഞങ്ങളുടെ ഹാക്കറായ ഏന നീയൊക്കെ ഇത്രയും കാലം പൂഴ്ത്തി വെച്ച എവിഡൻസ് പുറത്തു കൊണ്ടുവരും. പിന്നെ നിൻ്റെയൊക്കെ ഒരു കൺഫെഷൻ വീഡിയോ. സിമ്പിൾ. ഇത്രയും ചെയ്തു തന്നാൽ ഞാൻ നിങ്ങളെ വെറുതെ വിടും. മാർക്കസേ, ഞാൻ തനിക്ക് കുറച്ച് കാശ് തന്നാൽ നീ എന്നെ വെറുതെ വിടുമോ? ഇതൊക്കെ കണ്ട് കൺട്രോൾ പോയ നോഹ അവൻ്റെ ചങ്കിലോട്ട് ഷാമ്പെയിൻ ബോട്ടിലങ്ങ് കയറ്റുന്നു. അതോടുകൂടെ ജെഫ്രി മരിച്ചു. ഇത് കണ്ടേക്ക് മാർക്കസ് നോഹയെ പിടിച്ചു മാറ്റുന്നു. നിനക്കിത് എന്തിൻ്റെ കേടാ? ഞാൻ പറഞ്ഞല്ലേ ആരെയും കൊല്ലരുതെന്ന്. പറഞ്ഞാൽ എന്താ മനസ്സിലാവാത്തത്? ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജോവാന തിരിച്ച് ലിഫ്റ്റിലോട്ട് കയറുന്നു. ഈ ഒരു കൊലപാതകം കണ്ട് ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് ജോവാന. അങ്ങനെ ലിഫ്റ്റിൻ്റെ ഉള്ളിലത്തെ ഗ്രീസ് എടുക്കുന്നു. എന്നിട്ട് വിൻഡോയുടെ മുകളിൽ SOS അടിക്കുന്നു. ശേഷം അതങ്ങ് കത്തിക്കുന്നു. ആ ഒരു സിഗ്നൽ എല്ലാവരും കാണുന്നുണ്ട്. പിന്നെ പറയണ്ടല്ലോ, ആരൊക്കെയോ ചേർന്ന് പോലീസിനെ വിളിക്കുന്നു. എന്നാൽ പോലീസുകാർ പങ്കുവെക്കുന്ന വയർലെസ് മെസ്സേജ് ഏനക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് അറിയാൻ പറ്റും. ഇതേ സമയം മാർക്കസ് പോലും അറിയാണ്ട് ടീമീത്തെ കുറച്ച് പേര് പുറത്തെടുക്കുന്നത് ബോംബുകളാണ്. മാർക്കസിന്റെ അറിവിൽ ഗണ്ണ് മാത്രമാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ ഇപ്പം ഇതാ ബോംബും. എന്നാൽ ഇതൊക്കെ കണ്ട് ഞെട്ടുന്നതിന് പകരം ചിരിച്ചുകൊണ്ടാണ് നോഹ നിൽക്കുന്നത്. ഇതിൽ നിന്ന് മാർക്കസിന് ഒരു കാര്യം മനസ്സിലായി. ആ ബോംബുകൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് നോഹയുടെ അറിവോടെയാണ്. ഇതേസമയം SOS സിഗ്നലിനെ കുറിച്ച് ഏന ബാക്കിയുള്ളവരെ അറിയിക്കുന്നു. ബിൽഡിങ്ങിൻ്റെ വിൻഡോയുടെ പുറത്താണ് ഈ സിഗ്നൽ കത്തുന്നത്. അതറിഞ്ഞപാട് അവർക്ക് മനസ്സിലായി ആ സിഗ്നൽ കൊടുത്തിട്ടുണ്ടാവുക ഒരു വിൻഡോ ക്ലീനറാണെന്ന്. സോ അവളെ പിടിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു. ആ ഒരു ഗ്യാപ്പിലാണ് ജെറാൾഡ് രക്ഷപ്പെടാൻ നോക്കുന്നത്. ഇത് കണ്ടപാട് ഒരുത്തിയാണെങ്കിൽ ഗണ്ണെടുക്കുന്നു. എന്നാൽ മാർക്കസിന് അവരെ കൊല്ലാൻ യാതൊരു താല്പര്യമില്ല. സോ തടയുന്നു. ഇതേസമയം നോഹ പോകുന്നത് SOS സിഗ്നൽ വിട്ട ഫ്ലോറിലോട്ടാ. അവിടെയുണ്ട് ജോവാന. പക്ഷേ ഇവർക്ക് ജെറാൾഡിനെ പിടിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് തൽക്കാലത്തിന് നോഹ ഏനയോട് ജോവാനയെ മേളിലോട്ട് കൊണ്ടുവരാൻ പറയുന്നു. ലിഫ്റ്റിൻ്റെ കൺട്രോൾ ഏനയുടെ കയ്യിലുള്ളതുകൊണ്ട് ജോവാനെ അങ്ങ് മേളിലോട്ട് കൊണ്ടുവരുന്നു. ഇത് തടയാനായിട്ട് ജോവാന സ്ക്രൂ ഡ്രൈവർ എടുക്കുന്നു. ലിഫ്റ്റിൻ്റെ ഒരു സൈഡിലായിട്ട് അങ്ങ് കുത്തിക്കയറ്റുന്നു. ഈ രണ്ട് സൈഡിലുള്ള കേബിൾസാണ് ലിഫ്റ്റിനെ മേളിലോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ലിഫ്റ്റ് സ്റ്റോപ്പ് ആവുന്നു. എന്നാൽ ഒരു ഭാഗത്തെ കേബിൾ മാത്രമാണ് നശിപ്പിച്ചിട്ടുള്ളത്. സോ ലിഫ്റ്റ് ഒരു ഭാഗം ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. പിന്നെ പോരാത്തിന് ജോവാന സ്റ്റെക്കായിട്ട് നിൽക്കുന്നത് ജെറാൾഡിൻ്റെ റൂമിനടുത്താണ്. ജെറാൾഡ് വേഗം തന്നെ പോലീസിനെ വിളിക്കാൻ നിൽക്കുന്നു. എന്നാൽ അപ്പോഴേക്കും മാർക്കസ് വരുന്നു, അവനെ പിടികൂടുന്നു. ആ സമയത്താണ് അങ്ങോട്ട് നോഹ വരുന്നത്. എന്നാൽ നോഹ ജെറാൾഡിന്റെ തലയ്ക്ക് ഗണ്ണ് വെക്കുന്നു. അത് തടയാൻ ശ്രമിച്ച മാർക്കസിനെ അങ്ങ് ഷൂട്ട് ചെയ്യുന്ന നോഹ. മാർക്കസേ, ഈ ലോകം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ നശിപ്പിക്കുന്നു. നിന്റെ വാക്കുകൊണ്ടും സംസാരം കൊണ്ടുള്ള പോരാട്ടമൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇനി അങ്ങോട്ട് എൻ്റെ പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. ഒരാളെയും കൊല്ലരുതെന്ന റൂളും വെച്ചാണ് മാർക്കസ് ഇതിനിറങ്ങി തിരിച്ച്. എന്നാൽ ഇപ്പോൾ നോഹയാണ് അവരുടെ പുതിയ ലീഡർ. ഈ സമയത്താണ് മാർക്കസിനെ ഫോളോ ചെയ്യുന്നൊരുത്തി അങ്ങോട്ട് വരുന്നത്. നിനക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നില്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ മാർക്കസിൻ്റെ കൂടെ. എന്ത് വേണോന്ന് നീ തീരുമാനിക്കുക. ഇത് കേട്ടേക്ക് നോഹയെ കൊല്ലാൻ ഗണ്ണെടുക്കുന്നു. പക്ഷെ നോഹ അവളെ അങ്ങ് തീർക്കുന്നു. എന്നിട്ട് വിളിക്കുന്നത് ഏനക്കാണ്. ഏനയും മാർക്കസിന്റെ ഒരു ഫോളോവറാണ്. ഏന, ഇപ്പറഞ്ഞ 2 ഓപ്ഷൻ മാത്രമേ നിനക്കുള്ളൂ. ജീവനീ കൊതിയുള്ളതുകൊണ്ട് ഏന അവന്റെ കൂടെ അങ്ങ് നിന്നു കൊടുക്കുന്നു. അങ്ങനെ ഏനയുടെ സഹായത്തോടു കൂടെ നോഹ ലൈവ് സ്ട്രീം നടത്തുന്നു. അതും ഇവരുടെ ഹോസ്റ്റേജസിന്റെ മുന്നിലും മാർക്കസിനെ ഫോളോ ചെയ്യുന്നവരുടെ മുമ്പിലും. മാർക്കസ് ചത്തു, ഇനി അങ്ങോട്ട് ഈ മെഷീൻ ലീഡ് ചെയ്യാൻ പോകുന്നത് ഞാനാണ്. ഇത് കേട്ടേക്ക് മാർക്കസിന്റെ ആൾക്കാർ അങ്ങ് ഗണ്ണെടുക്കുന്നു. പക്ഷെ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. നോഹയുടെ ആൾക്കാർ അവരെയും കൊന്നുകളയുന്നു. ഇതൊക്കെ കണ്ട് ഹോസ്റ്റേജസ് ആണെങ്കിൽ പേടിച്ചുറച്ചിരിക്കുന്നുണ്ട്. സ്വന്തം ടീമിനെ വരെ കൊല്ലുന്ന ആളാ നോഹ. മനുഷ്യർ ചെയ്യുന്ന കണ്ട് പ്രകൃതിക്ക് വേണ്ടി ആരെയും കൊല്ലാൻ നിൽക്കുന്ന ഒരു സൈക്കോയാണ് നോഹ. അങ്ങനെ മാർക്കസിന്റെ ബോഡി എടുത്ത് പുറത്തേക്ക് കളയുന്നു. എന്നാൽ നിലത്തോട്ട് പോകേണ്ട ബോഡി ജോവാന നിൽക്കുന്ന ലിഫ്റ്റിന്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്നു. അതും ഒരു സൈഡിലായിട്ട്. സോ ഭാരം കൂടുന്നതുകൊണ്ട് ലിഫ്റ്റ് ആ ഒരു ഭാഗത്തേക്ക് കൂടുതലായിട്ട് ചെരിയാൻ ആരംഭിക്കുന്നു. അങ്ങനെ ജെറാൾഡിന്റെ കാലിൽ ഒരു ബുള്ളറ്റും കൊടുത്ത് ഹോസ്റ്റേജസിന്റെ ഇടയിലോട്ട് അങ്ങ് കൊണ്ടുപോകുന്നു. ആ ഒരു സമയത്ത് അവർ സംസാരിക്കുന്നത് ജോവാനയെ കുറിച്ചാണ്. പക്ഷെ ജോവാന മാത്രമല്ല ഇവരുടെ പ്രശ്നം. SOS സിഗ്നൽ കണ്ട് പോലീസും ചോപ്പറും ബിൽഡിങ്ങിലോട്ട് വരുന്നു. അവരകത്ത് കടക്കാണ്ടിരിക്കാൻ വേണ്ടി ഏന ഇവരുടെ കയ്യിൽ ഹോസ്റ്റേജസ് ഉണ്ട് എന്നൊരു മെസ്സേജും കൊടുക്കുന്നു പോലീസുകാർക്ക്. ഇതേസമയം ജോവാന മാർക്കസിന്റെ ഗണ്ണെടുക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഈ ഗണ്ണ് കിടക്കുന്നത് മാർക്കസിന്റെ ബോഡിയുടെ അരികിലാണ്. അതെടുക്കാൻ നോക്കുമ്പോൾ കൂടുതലായിട്ട് ചെരിയാണ് ലിഫ്റ്റ്. പക്ഷെ ഒരു വിധത്തിൽ അവൾ അത് കൈക്കലാക്കുന്നു. പെട്ടെന്നാണ് അങ്ങോട്ട് മൈക്കിൾ വരുന്നത്. മൈക്കിളിനെ കണ്ടതോടുകൂടെ ജോവാന ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നു. എന്നാൽ ആ ഒരു കറക്റ്റ് ടൈമിലാണ് ഇവളുടെ കാര്യത്തിലൊരു തീരുമാനമാക്കാൻ നോഹ വരുന്നത്. ഇത് കണ്ടേക്ക് മൈക്കിൾ ഒളിച്ചിരിക്കുന്നു. നോഹ, നീ ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തടസ്സമായിട്ട് നിൽക്കുന്നവരെ ഞാൻ കൊല്ലും. എനിക്ക് അത്രയും പേഴ്സണലാണിത്. അല്ല ജോവാന, നിന്റെ മൈക്കിൾ ഇവിടെ തന്നെ ഉണ്ടല്ലേ എന്നും പറഞ്ഞ് മൈക്കിളിനെ പിടിക്കാൻ ആൾക്കാരെ ഏർപ്പാടാക്കുന്നു. നീ എന്തൊരു ചേച്ചിയാടി. കുറെ കൊല്ല പാവം മൈക്കിളിനെ കണ്ട കെയർ ഹോമിലൊക്കെ പറഞ്ഞയച്ച് നരകിപ്പിച്ചു.
അവനെപ്പറ്റി സംസാരിക്കാൻ തന്നെ നിനക്ക് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം അവൻ നിന്റെ കൂടെ ആയപ്പോൾ അവനെ നീ ഇങ്ങോട്ടും കൊണ്ടുവന്നു. അവൻ്റെ മേലെങ്ങാനും നീ കൈവച്ചാ പിന്നെ നീ ബാക്കിയുണ്ടാവില്ല. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പോലീസ് വരുന്നത്. എന്നാൽ അത് ജോവാനക്കെന്നെ തിരിച്ചടിയാവുന്നു. നോഹ ഫോൺ എടുക്കുന്നു, പോലീസിനെ വിളിക്കുന്നു. സാറേ, ഇവിടെ ഒരു പെണ്ണ് സ്ട്രീറ്റിലോട്ട് ഗണ്ണും ചൂണ്ടി എല്ലാവരെയും കൊല്ലാൻ നിൽക്കേ എന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നു. ഇത്തരത്തിലുള്ളൊരു മെസ്സേജ് കൊണ്ടായില്ല, പോലീസുകാർക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കണം ജോവാന ഡേഞ്ചറാണ്. അതിനുവേണ്ടി പ്രഗ്നൻ്റ് ആയ ലേഡിയുടെ തലയ്ക്ക് ഗണ്ണ് വെക്കുന്നു. എന്നിട്ട് ജോവാനയുടെ കയ്യിലെ ഗണ്ണുകൊണ്ട് സ്ട്രീറ്റിലോട്ട് ഷൂട്ട് ചെയ്യാൻ പറയുന്നു. സോ ജോവാനക്ക് വേറെ ഓപ്ഷൻ ഇല്ല, രണ്ടും കൽപ്പിച്ചങ്ങ് ഷൂട്ട് ചെയ്യാൻ ആരംഭിക്കുന്നു. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ആർക്കും വെടിയേൽക്കുന്നില്ല. ഭാഗ്യം കൂടെയുള്ളതുകൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിച്ചത്. ഇല്ലാന്നുണ്ടെങ്കിൽ ജോവാന കാരണം ആരെങ്കിലൊക്കെ മരിച്ചിരുന്നു. അങ്ങനെ ഇതെല്ലാം കണ്ട പോലീസുകാർ ചോപ്പറും കൊണ്ട് ജോവാനയുടെ മുമ്പിലോട്ട് വരുന്നു. ഇതേ സമയം ഹോസ്റ്റേജസിന്റെ കൺഫെഷൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടുത്തെ സിസ്റ്റം മൊത്തം ഹാക്ക് ചെയ്യാനായിട്ട് ആനക്ക് കുറച്ചുകൂടെ സമയം വേണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോലീസുകാരുടെ ഹെഡായ ക്ലെയർ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ക്ലെയറിന്റെ അസിസ്റ്റന്റ് ഈ കേസിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യം പറഞ്ഞു കൊടുക്കുന്നു. ഒന്ന്, ആഗ്ന്യൂ ടവറിനകത്ത് പിടിച്ചു വെച്ചിരിക്കുന്നത് ഹൈ പ്രൊഫൈലുള്ള ആൾക്കാരാണ്, ഇൻക്ലൂഡിങ് മിനിസ്റ്റർ. സോ ഈ കേസ് അത്രയും സൂക്ഷ്മമായിട്ട് വേണം ഹാൻഡിൽ ചെയ്യാൻ. ഇനി രണ്ട്, അതിവർ പിടിച്ചു വെച്ച ജോവാനയാണ്. ഇതേ സമയം ജോവാനക്ക് നേരെ സ്നൈപ്പറും കൊണ്ടാണ് പോലീസുകാർ നിൽക്കുന്നത്, അതും ചോപ്പറിനകത്ത്. ജോവാന ഞാനല്ല, ഞാൻ അവരുടെ കൂടെയുള്ള ആളല്ല എന്നൊക്കെ ഒരു 100 പ്രാവശ്യം പറയുന്നു. പക്ഷെ ആര് കേൾക്കാൻ? ഇതിൻ്റെ ഇടയിലാണ് ജോവാനയെ കൂടുതൽ സംശയിക്കാൻ വേണ്ടി നോഹ മരിച്ച ജെഫ്രിയുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു 33 മില്യൺ ജോവാനയുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോവാനയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ക്ലെയറിന് കിട്ടുന്നത്. ജോവാന ഒരു എക്സ് ആർമിയാണ്. കുറച്ചു കാലം പട്ടാളത്തിലായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരൻ അസോൾട്ട് ചെയ്തതിൻ്റെ പേരിൽ പട്ടാളത്തിൽ നിന്ന് പറഞ്ഞു വിട്ടു. ഇതൊക്കെ കേട്ടേക്ക് ക്ലെയറിന് ഉറപ്പായി ഇതിന് പിന്നിൽ ജോവാനയല്ലാന്ന്. അവളായിരുന്നെങ്കിൽ സ്ട്രീറ്റിലോട്ട് വെടിവെച്ചപ്പോൾ മിസ്സാവില്ലായിരുന്നു. കാരണം ടാർജറ്റ് മിസ്സാക്കാണ്ട് ഷൂട്ട് ചെയ്യാൻ ഒരു എക്സ് ആർമിക്ക് നന്നായിട്ട് അറിയാം. സോ ഭാഗ്യം കൊണ്ടല്ല ആരുടെ മേലും ബുള്ളറ്റ് കൊള്ളായിരുന്നത്, അവളത് മനഃപൂർവ്വം മിസ്സാക്കിയതാണ്. ഇതേ സമയം ജോവാന മെല്ലെ മെല്ലെ മാർക്കസിന്റെ ഫോൺ എടുക്കാൻ നോക്കുന്നു. പെട്ടെന്നാണ് വെയിറ്റ് കാരണം ലിഫ്റ്റിന്റെ ഒരു ഭാഗം മുഴുവനായിട്ടും അങ്ങ് ചിരിയുന്നത്. അതോടുകൂടെ മാർക്കസിന്റെ ബോഡി നിലത്തോട്ട് പോകുന്നു. എന്നാൽ ജോവാന ആ ഫോൺ കൈക്കലാക്കുന്നുണ്ട്. അതുമാത്രമല്ല, അവളുടെ ആ കേബിളിന്റെ മേളിൽ പിടിച്ചു വെക്കുന്നു. എന്നിട്ട് ആ ഫോൺ എടുത്ത് എമർജൻസി നമ്പറിലോട്ട് വിളിക്കുന്നു. ആ കോൾ നേരെ ഫോർവേഡ് ആവുന്നത് ക്ലെയറിനാണ്. ജോവാന, താൻ ആരാന്നും എന്താണെന്നും ഞങ്ങൾക്ക് മനസ്സിലായി. പോലീസുകാർ നിന്നെ ഷൂട്ട് ചെയ്യില്ല, എത്ര വേഗം തന്നെ എല്ലാവരും റെസ്ക്യൂ ചെയ്യും. നിങ്ങൾ പേടിക്കാതിരിക്കുക. എൻ്റെ കാര്യം നിങ്ങൾ നോക്കണ്ട, എത്രയും പെട്ടെന്ന് അകത്ത് കിടക്കാൻ നോക്ക്. അതിനകത്ത് എൻ്റെ ബ്രദറുണ്ട്, അവനെ രക്ഷിക്ക് പ്ലീസ്. അങ്ങനെ വേണ്ടത് ചെയ്യാമെന്നും പറഞ്ഞ് ചോപ്പറിനെ തിരിച്ചയക്കുന്നു. ഇതേ സമയം നോഹയും കൂട്ടരും കൂടെ കൺഫെഷൻ വീഡിയോ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയെ. ഇതേ സമയം നടന്ന കാര്യങ്ങളെക്കുറിച്ച് ജോവാന ക്ലെയറിന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ നോഹയുടെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കുന്നു. നോഹയുടെ യഥാർത്ഥ പേര് ലൂക്കസ് എന്നാണ്. പുള്ളിക്കാരനൊരു ആൻറ്റി ഹ്യൂമനിസ്റ്റാണ്, പ്രകൃതിക്ക് വേണ്ടി പോരാടുന്ന ഒരു ഭ്രാന്തൻ. പക്ഷെ അങ്ങേര് പറയുന്ന ഒന്നും ഒരാളും കണക്കിലെടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാർക്കസിന്റെ ടീമിൽ ഇവൻ ജോയിൻ ചെയ്യുന്നത്, അതായത് എർത്ത് റെവല്യൂഷനിൽ. അങ്ങനെ ടെറക്കോവയെക്കുറിച്ചും മരിച്ച എലേനയെക്കുറിച്ചും വേസ്റ്റിനെക്കുറിച്ചും ഒക്കെ ക്ലെയറിന് മനസ്സിലായി. ഇതേസമയം ജോവാന വിൻഡോ പൊളിച്ചകത്ത് കയറാനാണ് നോക്കുന്നത്. എന്നാൽ ഒരു സ്പാനർ വെച്ച് പൊളിക്കാൻ പറ്റുന്ന ഒരു ജനാലയല്ല അത്, അതിനത്രയും കട്ടിയുണ്ട്. ഇതേസമയം നോഹ അവൻ ബോധം കെടുത്തിയിട്ടുള്ള എല്ലാവരുടെയും നെഞ്ചത്തും ബോംബ് വെക്കുന്നു. എന്നിട്ട് അവൻ്റെ കയ്യിലായിട്ടൊരു വാച്ച് കെട്ടുന്നു. എന്നാൽ അതൊരു ബോംബാണ്. നോഹയുടെ പൾസ് നിലച്ചാൽ ആ വാച്ച് ഡെട്ടനേറ്റ് ആവും, എല്ലാവരും മരിക്കുകയും ചെയ്യും. സോ നോഹയുടെ കയ്യിൽ നിന്ന് ആ വാച്ച് ഊരിക്കഴിഞ്ഞാൽ 5 സെക്കൻഡ് മാത്രമേ ഉണ്ടാവൂ. അത് കഴിഞ്ഞാൽ ഈ ബിൽഡിംഗ് കൊടുക്കാൻ ഇല്ലാണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ പോലീസുകാർക്ക് അവനെ കൊല്ലാൻ പറ്റില്ല. കൊന്നു കഴിഞ്ഞാൽ ഹോസ്റ്റേജസ് ഉൾപ്പെടെയുള്ള എല്ലാവരും ചാവും. അങ്ങനെ ക്ലെയർ ആഗ്ന്യൂ ടവറിലോട്ട് കോൾ ചെയ്യുന്നു, അതായത് നോഹയുമായിട്ട് നെഗോസിയേഷൻ നടത്താൻ. എന്നാൽ നോഹ പോലീസുകാരെങ്ങാനും അകത്ത് കയറിയാൽ എല്ലാം കൂടെ പൊട്ടിക്കുമെന്നാണ് പറയുന്നത്. എന്നിട്ട് ആ വാച്ചും ബോംബൊക്കെ കാണിച്ചു കൊടുക്കുന്നു. അത് മാത്രമല്ല, ഇവൻ പ്രകൃതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ മനുഷ്യരോടുള്ള അവൻ്റെ വെറുപ്പ് അവൻ്റെ വർത്തമാനത്തിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് ക്ലെയറിന്. ആ ഒരു വെറുപ്പ് കാരണമാണ് മാർക്കസിനെ കൊന്നുകളഞ്ഞതും കുറേ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ ബോധം കെടുത്തി കൊല്ലാൻ നോക്കുന്നതും. സോ ആക്ടിവിസം എന്നുള്ളത് ടെററിസം ആയിരിക്കുന്നു. ഇതേസമയം ക്ലെയർ പോലും അറിയാണ്ട് ആവേശം മൂത്ത് പോലീസുകാർ ബിൽഡിങ്ങിൻ്റെ അകത്ത് കിടക്കാൻ നോക്കുന്നു. ക്ലെയറെ, നിന്നോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞതല്ലേ, പിന്നെ ആർക്കിട്ടുണ്ടാക്കാനാ പോലീസുകാർ ഇതിനകത്തോട്ട് വരുന്നത്? അവരെങ്ങാനും അകത്ത് കയറിയ ബോധം കെട്ടി കിടക്കുന്ന ഓരോ ഹോസ്റ്റേജസിനെയും ഞാൻ അങ്ങ് തീർക്കും. ഇത് കേട്ടേക്ക് ക്ലെയർ ആണെങ്കിൽ എല്ലാവരോടും പുറകോട്ട് പോകാൻ പറയുന്നു. അങ്ങനെ അകത്ത് കിടക്കാൻ പോയ പോലീസുകാർ ബാക്കിലോട്ട് പോകുന്നു. അതും കുറച്ചു മുമ്പ് റോൺ കണ്ട വൈറ്റ് വാനിൻ്റെ അടുത്തോട്ട്. എന്തായാലും നോഹ പറഞ്ഞനുസരിച്ച് പോലീസുകാർ പിന്മാറി. പക്ഷെ എന്നിട്ടും നോഹ അവരെ വെറുതെ വിട്ടില്ല. ആ വൈറ്റ് വാൻ ഒരു ബോംബായിരുന്നു, അതങ്ങ് പൊട്ടിക്കുന്നു. അകത്ത് കയറാൻ വന്ന എല്ലാ പോലീസുകാരും കൊല്ലപ്പെട്ടു. ഇത് കണ്ട് ഷോക്കായിട്ടിരിക്കുകയാണ് ക്ലെയർ. ഇതൊന്നും പോരാണ്ട് നോഹ ജോവാനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി എക്സ്പ്ലോസീവ്സ് താഴോട്ട് ഇറക്കുന്നു. എന്നാൽ പോലീസുകാരുടെ സ്നൈപ്പർ ടീം മറ്റുള്ള ബിൽഡിങ്ങിലും ചോപ്പറിനകത്തുണ്ട് എന്തേലും മൂവ്മെന്റ് വന്നാൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവർ വേഗം തന്നെ എക്സ്പ്ലോസീവ്സിനെ കുറിച്ച് ക്ലെയറിന് റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് കേട്ടേക്ക് ക്ലെയർ വേഗം തന്നെ ജോവാനെ വിളിച്ച് കാര്യം പറയുന്നു. പിന്നെ അവളൊന്നും നോക്കിയില്ല, അവളുടെ മെയിൻ ആയുധമായ വോൾ ക്ലൈംബിംഗ് അങ്ങ് പുറത്തെടുക്കുന്നു.
ബിൽഡിങ്ങിന്റെ ചുവരിൽ പിടിച്ച് അപ്പുറത്തെ സൈഡിലോട്ട് പോകുന്നു. ഒന്ന് കാല് പഴച്ചാൽ തീർന്ന്. അങ്ങനെ അടിയിലോട്ട് വന്ന എക്സ്പ്ലോസീവ്സ് അങ്ങ് പൊട്ടുന്നു. ജോവാന നിന്നിരുന്ന ലിഫ്റ്റ് അടക്കം അങ്ങ് താഴെ പോകുന്നു. അത് മാത്രമല്ല, നോഹയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പൊട്ടിത്തെറിയിൽ ജോവാന മരിച്ചു എന്ന് ക്ലെയർ പോലീസ് റേഡിയോയിൽ മെസ്സേജ് അയക്കുന്നു. എന്നാൽ നോഹയ്ക്ക് അത്ര വിശ്വാസം പോരാ. സോ അവൻ 2 ടീമായിട്ട് സ്പ്ലിറ്റ് ആക്കുന്നു. ഒന്ന് മൈക്കിളിനെ പിടിക്കാനും ഒന്ന് ജോവാനയെ പിടിക്കാനും. അങ്ങനെ ഈ സമയത്താണ് ജോവാന ക്ലെയറിന് ഫോൺ ചെയ്യുന്നത്. നിങ്ങളിതുവരെ അകത്ത് കടന്നില്ലേ? ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ജോവാന എന്നും പറഞ്ഞ് മറ്റേ വാച്ചിനെ കുറിച്ചും ബോംബിനെ കുറിച്ചും എല്ലാം ക്ലെയർ അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. സിസ്റ്റം മൊത്തം ഹാക്ക് ചെയ്ത് എവിഡൻസ് എടുക്കലാണ് അവരുടെ പ്ലാൻ. ക്ലെയറെ, നിങ്ങൾക്ക് ചിലപ്പോൾ അകത്ത് കടക്കാൻ പറ്റിയില്ല എന്ന് വരും, പക്ഷെ എന്നെ കൊണ്ട് പറ്റും. എനിക്ക് നിങ്ങളുടെ സ്നൈപ്പേഴ്സിന്റെ സഹായം ആവശ്യമുണ്ട്. അവൾക്ക് എങ്ങനെയും അകത്ത് കടന്നേ പറ്റുള്ളൂ. അതിനാദ്യം ഈ ജനാല തകർക്കണം. അതിനാണ് സ്നൈപ്പേഴ്സിന്റെ ആവശ്യം. അങ്ങനെ സ്നൈപ്പേഴ്സ് ഒരു സൈലൻസർ ഘടിപ്പിച്ച് അങ്ങ് ഷൂട്ട് ചെയ്യാൻ ആരംഭിക്കുന്നു. ഒരു 4-5 ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ജനാല തകർക്കാൻ എളുപ്പമായിരിക്കും. എന്നാൽ വിചാരിച്ച പോലെ ഇരുന്നില്ല കാര്യങ്ങൾ. ഈ ജനാലക്ക് ഒരുമാതിരി ഉറപ്പാണ്. എത്ര അടിച്ചിട്ടും ഒരു രക്ഷയില്ല. അങ്ങനെ ഈ സമയത്ത് നോഹയെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ക്ലെയർ ഫോൺ ചെയ്യുന്നു. ആ ചില്ല് തകർത്തകത്ത് കിടക്കുന്നത് വരെയെങ്കിലും ജോവാനക്ക് ടൈം ഉണ്ടാക്കി കൊടുത്തേ പറ്റുള്ളൂ. അതിനുള്ള തന്ത്രപ്പാടിലാണ് ക്ലെയർ. പക്ഷെ യാതൊരു കാര്യമില്ല. ഓൾറെഡി നോഹയുടെ ആൾക്കാർ ജോവാനയെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജോവാന കുറെ അടിക്കുന്നുണ്ട്. എന്നാൽ ജനാല പൊളിയുന്നില്ല. അവൾക്കാണെങ്കിൽ തീരെ വയ്യ, ടയേർഡാണ് അവള്. അങ്ങനെ ഈ സമയത്താണ് മൈക്കിള് അകത്തുനിന്നൊരു പുഷ് കൊടുക്കുന്നത്. അതോടുകൂടെ വിൻഡോയുടെ കാര്യത്തിലൊരു തീരുമാനമായി. അങ്ങനെ ജോവാന അകത്ത് കിടക്കുന്നു. മൈക്കിളിനെ കണ്ടപാട് അവളാണെങ്കിൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നു. അങ്ങനെ ഇവർ വേഗം തന്നെ മുന്നോട്ട് പോകുന്നു. അപ്പോഴാണ് നോഹയുടെ ആൾക്കാർ വിൻഡോ പൊട്ടിക്കിടക്കുന്നത് കാണുന്നത്. സോ അവർ നോഹയെ ഇൻഫോം ചെയ്യുന്നു. പിന്നെ പറയണ്ടല്ലോ, ടീംസ് മൊത്തം ജോവാനയുടെ പിന്നാലെ വരുന്നു. മൈക്കിളാണെങ്കിൽ പാനിക്കാവാൻ തുടങ്ങുന്നു. ഒരു വിധത്തിലാണ് ജോവാന അവനെ സമാധാനിപ്പിക്കുന്നത്. ഇതേ സമയം നോഹ ക്ലെയറിനെ വിളിച്ച് കുറേ ചൂടാവുന്നു. എൻ്റെ പൊന്നു നോഹ, ഞങ്ങളുടെ ആളല്ല ജോവാന, അവളെ നീ മിസ്സാക്കിയതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ എന്നും പറഞ്ഞ് ക്ലെയർ അങ്ങ് കൈയൊഴിയുന്നു. ഇതേ സമയം ജോവാനയുടെ പിന്നാലെ മൈക്കിളിൻ്റെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജോവാന കുറേ പൈപ്പ് ലൈനുള്ള റൂമിനകത്തോട്ട് കയറുന്നു. എന്നിട്ട് അവളുടെ പട്ടാള സ്കില്ല് വെച്ച് ഓരോരുത്തരെയും തീർക്കുന്നു. എന്നാൽ അപ്പോഴാണ് മൈക്കിളിൻ്റെ നേരെ ഒരുത്തൻ വരുന്നത്. അവനെയും തീർക്കുന്നുണ്ട് ജോവാന. എന്നാൽ ഈ സമയത്താണ് ഒരു ഗംഭീര ഫൈറ്റർ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ജോവാന അവിടെയുള്ള പൈപ്പിന്റെ മുകളിലോട്ട് അങ്ങ് ഷൂട്ട് ചെയ്യുന്നു. അതിൻ്റെ ഉള്ളിൽ ഒരുമാതിരി പൊള്ളുന്ന ഗ്യാസാണ്. പക്ഷെ അതുകൊണ്ടൊന്നും അവർ തളരുന്നില്ല. പിന്നെ മൈക്കിൾ ഒന്നും നോക്കിയില്ല, അവരുടെ ഗ്രനേഡ് അങ്ങ് പ്രയോഗിക്കുന്നു. അതുകൊണ്ട് മാത്രം ജോവാന രക്ഷപ്പെട്ടു. ഇവിടെ എനക്കാണെങ്കിൽ 4 മിനിറ്റും കൂടെ വേണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹാക്ക് ചെയ്യാനായിട്ട്. പക്ഷെ ജനങ്ങളാണെങ്കിൽ ന്യൂസിൽ ഇന്റർനെറ്റിലൊക്കെ പറയുന്നത് ടെററിസം എന്നാണ്. ഏനയും മാർക്കസൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് അതിനു വേണ്ടിയിട്ടല്ല. എന്നാൽ നോഹ അതെല്ലാം തൊലച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൺഫെഷൻ വീഡിയോയുടെ കൂടെ നോഹയുടെ ഒരു വീഡിയോ വരുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തിനാന്നും കൂടെ ജനങ്ങൾ അറിയണ്ടേ? അതിനായിട്ടുള്ളൊരു വീഡിയോ ആണിത്. എൻ്റെ ഈ പോരാട്ടം അവസാനിക്കുമ്പോൾ ഞാനും എൻ്റെ ആൾക്കാരും പിന്നെ ഇവിടെയുള്ള എല്ലാവരും മരിച്ചിരിക്കും. മനുഷ്യർ ഭൂമിയെ നശിപ്പിക്കുന്ന ഒരു വൈറസാണ് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ സ്വന്തം ടീമിനെയും ചേർത്ത് അവസാനിപ്പിക്കാനാണ് നിൽക്കുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നോഹ ഒരു ഹീറോ ആണ്. പക്ഷെ എനക്ക് മരിക്കാൻ യാതൊരു താല്പര്യമില്ല. സോ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ് എന. എന്നാൽ നോഹയുടെ ആൾക്കാർ അവളെ അങ്ങ് ഇല്ലാണ്ടാക്കുന്നു. ആ ഒരു കറക്റ്റ് ടൈമിലാണ് അങ്ങോട്ട് ജോവാന വരുന്നത്. വരികയെന്ന് മാത്രമല്ല, ഏനയെ കൊന്നവനെ ജോവാന കൊല്ലുന്നു. എന്നിട്ട് മൈക്കിളിന്റെ സഹായത്തോടു കൂടെ ആ സിസ്റ്റം അങ്ങ് ഹാക്ക് ചെയ്യുന്നു. ശേഷം എവിഡൻസ് അടങ്ങിയ ഡ്രൈവ് അവരങ്ങ് എടുക്കുന്നുണ്ട്. മോനെ നോഹ, ഇനിയിപ്പോൾ നീ മരിച്ചാലും നീ എന്തിനു മരിച്ചോന്ന് ഒരാൾ പോലും അറിയില്ല. നിനക്ക് എവിഡൻസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതനുസരിക്ക് എന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നു. ഇതൊക്കെ കേട്ട് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് നോഹക്ക്. അങ്ങനെ ജോവാന ക്ലെയറിനെ വിളിക്കുന്നു. ക്ലെയറെ, ഞാനൊരു കളി കളിക്കാൻ പോവാ. അവൻ ഈ ഡ്രൈവിന് വേണ്ടി എന്തായാലും എൻ്റെ പിന്നാലെ വരും. ആ ഒരു ഗ്യാപ്പിൽ കൺട്രോൾ റൂം വഴി നിങ്ങൾ അകത്ത് കിടക്കണം, എല്ലാവരെയും സേഫ് ആക്കണം. പിന്നെ മൈക്കിളിനെ സർവീസ് ലിഫ്റ്റ് വഴി ഞാൻ പുറത്തേക്ക് വിടുകയാണ്. അവനെ എന്ത് വില കൊടുത്തും നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇത് കേട്ടേക്ക് ക്ലെയർ ആണെങ്കിൽ ഓക്കെ പറയുന്നു. എന്നാൽ മൈക്കിളാണെങ്കിൽ പോവാൻ കൂട്ടാക്കുന്നില്ല. മൈക്കിൾ, ഇന്നേ വരെ ഞാൻ നിൻ്റെ കൂടെ നിന്നിട്ടില്ല, പക്ഷെ ഇനി അങ്ങോട്ട് ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇപ്പം ഞാൻ പറയുന്നൊന്ന് കേൾക്ക് എന്നൊക്കെ പറഞ്ഞ് മൈക്കിളിനെ അങ്ങ് പറഞ്ഞേക്കുന്നു. ശേഷം നോഹക്ക് വിളിക്കുന്നു, യൂട്ടിലിറ്റി റൂമിലോട്ട് വരാൻ പറയുന്നു. ഇതേ സമയം പോലീസുകാരകത്ത് കിടക്കുന്നു, ഹോസ്റ്റേജസിനെ രക്ഷിക്കുന്നു. എന്നാൽ അവരുടെ ദേഹത്തുള്ള ബോംബുകൾ മാറ്റാനായിട്ട് കുറച്ച് സമയമെടുക്കും. ഇതേ സമയം നോഹയുടെ ആൾക്കാരെ തീർത്തുകൊണ്ടിരിക്കുകയാണ് ജോവാന. ഇനി നോഹ മാത്രം ബാക്കി. പക്ഷെ അവനെ കൊല്ലാൻ പറ്റില്ല, കാരണം അവൻ്റെ പൾസ് നിലച്ചാൽ ഈ വാച്ച് പൊട്ടിത്തെറിക്കും. പിന്നെ അവിടെ ഫൈറ്റാ. 2 പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ഫൈറ്റിൻ്റെ ഇടയിൽ നൈസായിട്ട് ആ വാച്ച് അങ്ങ് അടിച്ചു മാറ്റുന്നു ജോവാന. അടിച്ചു മാറ്റാന്ന് മാത്രമല്ല അങ്ങ് ധരിക്കുന്നുണ്ട്. ആ വാച്ച് ഊരിക്കഴിഞ്ഞാൽ 5 സെക്കൻഡിനകം പൾസ് കൊടുക്കണം. അങ്ങനെ ജോവാനയുടെ പൾസ് കിട്ടുന്നു. വാച്ച് പിന്നെയും പ്രവർത്തിക്കുന്നു. പിന്നെ പറയണ്ടല്ലോ, നോഹയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുന്നു. അങ്ങനെ എല്ലാം അവസാനിച്ചു. എല്ലാവരെയും രക്ഷിച്ചു. എന്നാൽ ഇവർ അടിച്ചു മാറ്റിയ ഡ്രൈവ് ക്ലെയറിനോ ബാക്കിയുള്ള പോലീസുകാർക്കോ കൊടുക്കുന്നില്ല. ഞങ്ങളുടെ കയ്യിൽ ഡ്രൈവ് ഒന്നുമില്ല, അത് ചുമ്മാ നോഹയെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ എന്നൊക്കെയാണ് അവർ പറയുന്നത്. അങ്ങനെ അവസാനം ആ ഡ്രൈവ് അങ്ങ് റിലീസ് ചെയ്യുന്നു. സോ ആക്നിയോൺ കമ്പനിയുടെ യഥാർത്ഥ മുഖം ജനങ്ങളെല്ലാവരും കണ്ടു. അതേസമയം ജോവാനയും മൈക്കിളും ആണേലും ഇപ്പോൾ ഒരുമിച്ചാണ്. ഈ ഒരു പോയിന്റ് വെച്ചാണ് ഈ സിനിമ അങ്ങ് അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.